ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫോക്കസ് മേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSCക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കുറച്ച് ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്റ്റിംഗ് പോയിൻറ്സുമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏകദേശം 6 ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് ഓരോന്നായി നോക്കാം. ആദ്യത്തെ ചോദ്യം, പ്രസ്താവനകൾ പരിശോധിക്കുക. 1. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ് ആചാര്യ വിനോബ ഭാവെ ആണ്. 2. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ച വർഷം 1925. 3. മഹാത്മാഗാന്ധി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ ആയിരുന്നു. ഇതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ്. പ്രസ്താവനകൾ ഒരിക്കൽ കൂടി വായിക്കാം. 1. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ് ആചാര്യ വിനോബ ഭാവെ ആണ്. 2. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ച വർഷം 1925. 3. മഹാത്മാഗാന്ധി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ ആയിരുന്നു. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് പ്രസ്താവന 1ഉം 2ഉമാണ്. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവാണ് ആചാര്യ വിനോബ ഭാവെ. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ച വർഷം 1925 ആണ്. ഇനി ഇതുമായി കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. ഗാന്ധിജി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു ഭരണാധികാരി. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കൾ ഗാന്ധിജി, EV രാമസ്വാമി നായ്ക്കർ എന്നിവരായിരുന്നു. വൈക്കം സത്യാഗ്രഹം തുടങ്ങിയപ്പോഴത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളായിരുന്നു. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചപ്പോഴത്തെ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായി ആയിരുന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രസ്താവനകൾ പരിഗണിക്കുക. 1. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്കുശാലയാണ് ബൊക്കാറോ ഇരുമ്പുരുക്കുശാല. 2. ഭിലായ് ഇരുമ്പുരുക്കു നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ഷിയോനാഥ്. 3. കടൽ തീരത്തിനടുത്തുള്ള ഇന്ത്യയിലെ ഏക സ്റ്റീൽ പ്ലാന്റ് ആണ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ്. പ്രസ്താവനകൾ ഒരിക്കൽ കൂടി. 1. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്കുശാലയാണ് ബൊക്കാറോ ഇരുമ്പുരുക്കുശാല. 2. ഭിലായ് ഇരുമ്പുരുക്കു നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ഷിയോനാഥ്. 3. കടൽ തീരത്തിനടുത്തുള്ള ഇന്ത്യയിലെ ഏക സ്റ്റീൽ പ്ലാന്റ് ആണ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് 3ഉം ശരിയാണ്. പ്രസ്താവന 1ഉം 2ഉം 3ഉം ശരിയാണ്. ഇനി ഇതിനോടനുബന്ധിച്ചുള്ള കുറച്ച് കണക്റ്റിംഗ് പോയിൻറ്റ്സ് നോക്കാം. ഇന്ത്യയിലെ ആധുനിക ഇരുമ്പുരുക്കുശാലയാണ് ടിസ്കോ. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ആണിത്. ഇന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത് തമിഴ്നാട്ടിലെ പോർട്ടനോവയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത് ബംഗാളിലെ കുൽട്ടിയിലാണ്. അടുത്ത ചോദ്യം നോക്കാം. പ്രസ്താവനകൾ പരിഗണിക്കുക. സ്വദേശി പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വന്ദേ മാതരം മൂവ്മെൻറ്റ്. 2. തിങ്കാത്തിയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം. 3. കോമഗത-മാരു പ്രക്ഷോഭം ഖന്ദർ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ്. പ്രസ്താവനകൾ ഒരിക്കൽ കൂടി. 1. സ്വദേശി പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വന്ദേ മാതരം മൂവ്മെൻറ്റ്. 2. തിങ്കാത്തിയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം. 3. കോമഗത-മാരു പ്രക്ഷോഭം ഖന്ദർ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയായിട്ടുള്ള ഉത്തരം 3 പ്രസ്താവനകളും ശരിയാണ്. കണക്റ്റിംഗ് പോയിൻറ്റ്സ്.
ഇന്ത്യൻ ജനതയ്ക്ക് സ്വയംഭരണവും ശാക്തീകരണവും നേടാനാണ് സ്വരാജ് എന്നറിയപ്പെടുന്ന ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1917 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. ഗന്ദർ പാർട്ടി രൂപീകൃതമായത് 1913 അടുത്ത പ്രസ്താവന നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. പ്രസ്താവനകൾ പരിഗണിക്കുക. 1. വിദ്യയും വിത്വവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ. 2. തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ഇതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ശരിയായ പ്രസ്താവന ഏതാണ്? 1 തെറ്റാണ്. വിദ്യയും വിത്വവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ്. 2ാമത്തെ പ്രസ്താവന ശരിയാണ്. തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ഇതിൻ്റെ കണക്റ്റിംഗ് പോയിൻറ്റ്സ് ആണ്. വിദ്യയും വിത്വവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ്. തിരുവനന്തപുരത്തെ കല്ല് വീട്ടിൽ വെച്ച് പട്ടിസദ്യ നടത്തിയ നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെയാളെന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ മണ്ണിനങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിഗണിക്കുക. 1. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണാണ് കരിമണ്ണ്. 2. ഉഷ്ണമേഖലാ മഴയുടെ ഫലമായി തീവ്രമായ ഒഴുക്കിലൂടെ രൂപപ്പെടുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ്. 3. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണിനമാണ് പീറ്റ് മണ്ണ്. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ്. പ്രസ്താവനകൾ ഒരിക്കൽ കൂടി. 1. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണാണ് കരിമണ്ണ്. 2. ഉഷ്ണമേഖലാ മഴയുടെ ഫലമായി തീവ്രമായ ഒഴുക്കിലൂടെ രൂപപ്പെടുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ്. 3. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണിനമാണ് പീറ്റ് മണ്ണ്. ഇതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 3 പ്രസ്താവനകളും ശരിയാണ്. കണക്റ്റിംഗ് പോയിൻറ്റ്സ്. അഗ്നിപർവ്വത അവശിഷ്ടങ്ങളുടെയും ബസാൾട്ട് ശിലകൾ ലാവയുടെയും പ്രഭാവത്തിലാണ് കരിമണ്ണ് ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് ഡെക്കാൻ പ്രദേശത്താണ്. കായാന്തരിക ശിലകളും പരൽ രൂപത്തിലുള്ള ശിലകളും പൊടിഞ്ഞു രൂപം കൊള്ളുന്ന മണ്ണാണ് ചെമ്മണ്ണ്. മൺസൂൺ കാലാവസ്ഥ മേഖലയിൽ ധാരാളമായി കാണുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ്. അടുത്ത ചോദ്യം. പ്രസ്താവനകൾ പരിഗണിക്കുക. 1. ഹിമാലയത്തിന് തെക്കും ഉപദ്വീപീയ പീഠഭൂമിക്ക് വടക്കുമായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഉത്തര മഹാസമതലം. 2. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. 3. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യിക്കാൻ സഹായിക്കുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ്. പ്രസ്താവനകൾ. 1. ഹിമാലയത്തിന് തെക്കും ഉപദ്വീപീയ പീഠഭൂമിക്ക് വടക്കുമായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഉത്തര മഹാസമതലം. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. 3. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിക്കാൻ സഹായിക്കുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. ഇതിൻ്റെ ശരിയായ ഉത്തരം 1ാമത്തെ പ്രസ്താവനയും 3ാമത്തെ പ്രസ്താവനയും ശരിയാണ്. അതായത് ഹിമാലയത്തിന് തെക്കും ഉപദ്വീപീയ പീഠഭൂമിക്ക് വടക്കുമായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഉത്തര മഹാസമതലം. 3ാമത്തെ പ്രസ്താവന മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യിക്കാൻ സഹായിക്കുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. ഈ 2 പ്രസ്താവനകളാണ് ശരി. കണക്റ്റിംഗ് പോയിൻറ്റ്സ്. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദികളും അവസാദ നിക്ഷേപ ഫലമായി രൂപം കൊണ്ട സമതല പ്രദേശമാണ് ഉത്തര മഹാസമതലം.
ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഉത്തര മഹാസമതലമാണ്. ലോകത്തെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഉത്തര മഹാസമതലമാണ്. സത്ലജ് സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഉത്തര മഹാസമതലത്തിലാണ്. ഗംഗാ സമതലത്തിനു കീഴ്ഭാഗത്തായി രൂപം കൊള്ളുന്ന ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ.